നമ്മുടെ മണിപ്പൂരിൽ സമാധാനം ഉടൻ വരും എന്നാണ് പറയുന്നത്. മണിപ്പൂരിലെ സമാധാനം ഒരിടത്ത് വിനോദസഞ്ചാരത്തിന് പോയിരിക്കുകയാണ്. 3 മാസത്തിനകം അത് തിരിച്ചു വരുമെന്നാണ് നമ്മുടെ ബൈറൻ ഇപ്പോൾ പുതിയ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ശാന്തമായിട്ടില്ല മണിപ്പൂർ. മണിപ്പൂരിലെ 2 സീറ്റുകളും നേടിയത് കോൺഗ്രസ്സാണ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ കാസന്മാർക്കെല്ലാവർക്കും ഇപ്പോഴും കൂറ് അങ്ങ് തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല. 3 മാസത്തിനകം തിരിച്ചെത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ അവിടുത്തെ ഡെവലപ്മെൻറ്റ് കൗൺസിലിലേക്കുള്ള ഇലക്ഷൻ ബഹിഷ്കരിക്കണമെന്ന് ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്നവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അതവരെ വകവരുത്താൻ വേണ്ടിയാണെന്ന്. വളരെ വിചിത്രമായൊരു വാദമാണ് കഴിഞ്ഞ ദിവസം മണിപ്പൂർ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. 3 മാസം ഒന്ന് വെയിറ്റ് ചെയ്യാൻ. ഈ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരെ ഭിന്നിപ്പിച്ചാൽ, തമ്മിലടിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായിരുന്നു മണിപ്പൂരിൽ നമ്മൾ കണ്ടത്. അവിടെ പാരമ്പര്യമായി എല്ലാ സമൂഹത്തിലും ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്, ആശയഭിന്നതകളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ പരമാവധി ലഘൂകരിച്ച് അതിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഭരണാധികാരികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ രാജ്യത്തിൻ്റെ സിദ്ധാന്തമനുസരിച്ച് അതിനെ മൂപ്പിക്കുക, കത്തിക്കുക, കൂടുതലുള്ളവർ കൂടുതൽ വോട്ട് ചെയ്യും, കുറച്ചുള്ളവരെ കൂടുതലുള്ളവരെ കൊണ്ട് കൈകാര്യം ചെയ്യിക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചതിലാണ് അവിടെ ആയിരക്കണക്കിന് വീടുകളും 100 കണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങളും മനുഷ്യരെയൊക്കെയും ഉടുതുണി ഉരിഞ്ഞ് റോഡിലൂടെ നടത്തിയത്. അങ്ങനെയൊക്കെ ഈ പറയുന്നത് പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നടത്തിയതെങ്കിൽ അവർക്ക് പിന്നെ ഒരു സന്ധി ചെയ്യലുമില്ല, ആ പ്രത്യയശാസ്ത്രത്തോടൊരു യോജിപ്പുമില്ല. കഴിയാവുന്നത്ര ഉച്ചത്തിൽ അവനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചിലപ്പോൾ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ നമ്മുടെ ഇവിടുത്തെ സഭാപിതാക്കന്മാരൊക്കെയും അവിടല്ലേ, അത് അവർക്കായിക്കോട്ടെ, നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടാൻ പറ്റും, അത് ചിന്തകളിലായിരുന്നു കൂടുതൽ പേരും. അതിൻ്റെ ഫലമായാണല്ലോ പല സ്ഥലത്തും അത്തരം ചില ഇക്വേഷൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തത്. അവർക്ക് ലഭിക്കുന്ന ഒരു ശുഭകരമായ വാർത്തയാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ബൈറൻ സിംഗ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സമാധാനം എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാരത്തിന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അതെത്രയും പെട്ടെന്ന് തിരിച്ചു വരും. 3 മാസത്തിനകം സമാധാനം വന്ന് മണിപ്പൂരിൻ്റെ പുറത്ത് കയറിയിരിക്കുമെന്നാണ്. അപ്പോൾ അവിടെ ആളുകളൊക്കെ ചിരിക്കാൻ തുടങ്ങും, കളിക്കാൻ തുടങ്ങും, സമാധാനത്തോടെ ഇടപെടാൻ തുടങ്ങും, മിണ്ടാൻ തുടങ്ങും. എത്ര മനോഹരമായ ആചാരവും ആഹ്വാനവുമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും വിശ്വഗുരുവുമൊക്കെ ആയ അദ്ദേഹം ഇതുവരെ മണിപ്പൂരിൽ പോയിട്ടില്ല. അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നാണ് പറയുന്നത്. ഏതായാലും ഈ വിനോദസഞ്ചാരത്തിന് പോയിരിക്കുന്ന സമാധാനം ഇനി തിരിച്ചു വന്നു കഴിഞ്ഞ് വേണം നമുക്കെല്ലാവർക്കും ഒന്ന് മണിപ്പൂരിൽ പോകാൻ. അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഡിഫൻസ് ഫോഴ്സിലെ ചില സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവർക്കൊക്കെ കുറച്ച് സമയം മറ്റേ നെറ്റൊക്കെ കിട്ടുന്നുള്ളൂ. ആ സമയങ്ങളിലൊക്കെ വിളിച്ചു പറയുന്ന കഥകൾ കേട്ടാൽ ജാതിയും മതവും വിഭാഗവും ഏതുമാകട്ടെ, മനുഷ്യർ പരസ്പരം എത്രമേൽ വൈരാഗ്യത്തോടെ, സ്ത്രീകൾ തന്നെ മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്ന തരത്തിലേക്ക് മനുഷ്യൻ്റെ മനസ്സുകളെ പകയെയും വൈരാഗ്യത്തെയും കൊണ്ടെത്തിച്ച സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് പോയിട്ട് 3 മാസം കഴിഞ്ഞ് വരുമെന്ന്.